എല്ലാവർക്കും ആമീസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ പാർട്ട് 2 ആണ്. മത്സ്യങ്ങളുടെ എത്ര തോനെ മത്സ്യങ്ങളാണ്, നല്ല ചന്തള്ള മീനുകൾ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. കുഞ്ഞേ മീനുകളുണ്ട്. തോനെ നല്ല കളറിൽ പല കളറിലുള്ള മീനുകളാണ്. ആമി അതിനെ കണ്ടിട്ട് എക്സൈറ്റ്മെൻ്റ് അടിച്ചിരിക്കുകയാണ്. അവൾ ഓരോന്നിനും പിടിക്കാൻ ഇങ്ങനെ തോന്നുന്നു. അവളുടെ ഒരു സന്തോഷം. എനിക്ക് എത്ര കുഞ്ഞേ മീനുകളാണേ, കുഞ്ഞേ മീനുകളാണ് ഒക്കെ. ഇങ്ങനെ പാറി പാറി കളിക്കുന്നു. നമ്മളെ കൈയൊക്കെ ഇങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അതിമ്പോൾ ഇങ്ങനെ വന്ന് കടിക്കൊക്കെ ഇങ്ങനെ കുത്തുണ്ട്. പിന്നെ വേറെ തരത്തിലുള്ള മീനുകൾ, വരയുള്ള കുറേ മീനുകളുണ്ട്. ഇതാ വേറെ മീൻ ആമിക്ക് എടുത്ത് കാണിച്ചെടുക്കുകയാണ്. ഓരോ മീനുകളിനി എത്ര വലിയ മീനാണേ. ഇതാ അമ്മേ, പല്ലൊക്കെ പുറത്തേക്ക് വന്നിട്ടോ ഉള്ള മീനുകളൊക്കെ ഉണ്ട്. ഇതാ ഒരു പച്ചക്കിളി. ഈ ആമിക്ക് അതിനെ കണ്ട് സന്തോഷം വന്നിട്ട് ആമി അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് പിടിച്ച് പറഞ്ഞിട്ടാണ് അവൾ വരുന്നത്. അവളെടുത്തിട്ടാണ് അച്ചമ്മ വരുന്നത്. അവൾ ചാടി കളിച്ച് തുള്ളി കളിച്ചിട്ടൊക്കെ പോണു. ഇതാ ആ ചാടി അതാ ചാടി. അവൾക്ക് എത്തൊന്നുമില്ല, എന്നാലും ആടില്ല. അവൾ എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പിടിച്ച് നോക്കുന്നുണ്ട്. എന്താ കുടുങ്ങി നോട്ടം. അവിടെയുള്ള ആൾക്കാരൊക്കെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇവളെന്താ കാട്ടണമെന്ന് വെച്ചിട്ട്. ഇവളാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് മീനുകളെ. അല്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ നല്ല വാലുള്ളതും ചിറകുള്ളതും മേലെക്കൂടിയും മുകളിൽക്കൂടിയും അടിയിൽക്കൂടിയും ഒക്കെ മീനുകളാണ്. ദാ പോണു. ദാ ആമിത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറൈൻ വേൾഡ് തന്നെ. നമ്മുടെ മുഖമൊക്കെ അടുത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കടലിൻ്റെ ഉള്ളിലാ തോന്നുന്നു. കുറേ ആൾക്കാരുണ്ട്, നല്ല തിരക്കാണല്ലോ. ആമിയുടെ നോക്കൽ കഴിഞ്ഞിട്ടില്ല. ആമിക്ക് എത്ര നോക്കിയാലും മതിയാവാത്തൊരു ഇതാണ് കേട്ടോ. എന്താ ആമി ഇത് കുട്ടിക്ക് കാണിച്ചെടുക്കുന്നുണ്ട്. ഏതോ കുട്ടീന്ന് അറിയില്ല, അവളുടെ ഒരു കുട്ടിയാണ്. അത് അതിന് കാണിച്ചു കൊടുത്തിട്ട് അവൾ ചാടിക്കളിക്കുക. മീനെ കണ്ട സന്തോഷം. അവിടെ പാട്ടുണ്ടേ, ചെറുതായിട്ടൊരു മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയൊരു പൂളിൻ്റെ ഉള്ളിൽ 2 മീനുകൾ മാത്രം. ഇതപ്പുറത്തുണ്ട് മീൻ. ഇതെന്താ അത്? വലിയ പല്ലുള്ള തവളക്കണ്ണൻ, എന്താ പേര് പറഞ്ഞു. തവളയുടെ മുഖം പോലുള്ള മീൻ കേട്ടോ. പല്ല് കാണാനുണ്ടോ മീനിൻ്റെ? കണ്ടാൽ തന്നെ പേടിയാവും നേരി കാണുമ്പോൾ. തല നല്ല വലുത്, ഉടലില്ലാതെ അങ്ങനത്തെ കുറേ എണ്ണമുണ്ട്. ആമി നടന്നിട്ട് വരുന്നുണ്ട്. അവൾ ഞങ്ങളുടെ ഒപ്പം ഒന്നല്ല പോക്ക്, ആരുടെയൊക്കെയോ ഒപ്പം. ഇത്രയും മീനുകളുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇതാ വരുന്നു അടുത്ത മീൻ. ഇവിടെ ഇരുട്ടാണ് കേട്ടോ. ആൾക്കാരെ കൊണ്ട് മീനുകളൊന്നും കാണാനേ പറ്റില്ല. ആൾക്കാരെ കൊണ്ട് പോയിട്ട് നിന്നിട്ടേ.
കുറേ ഷീറ്റുണ്ടൊക്കെ എന്താ ചന്തളേ. ഇതാ വരുന്ന മീനുകൾ. ഇത്ര മീനുകളാണേ. ഇതെന്ത് മീനുകളാന്ന് പേരൊന്നും അറിയില്ല. ചന്തള്ള മീനുകളാ. ഓക്കെ, ഇങ്ങനെയൊക്കെ പോയി കാണുമ്പോഴാണ് ഇത്ര തോനെ മീനുകളൊക്കെ ഉണ്ടല്ലോ കടലിൽ ഇതാലോചിക്കുക. ആമി മുമ്പിൽ പോയി ഞങ്ങൾ. എന്നിട്ട് ഇവരെ കാത്തുക്ക. ഒരു പതുക്കെ വരും. ഞങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി. ഇനി നീണ്ടൊരു യാത്രയിലാണ് ഞങ്ങൾ. ഇനി മീന് മോളിൽ കൂടെയാണ്. അതാ ഓടിച്ചു. ആമി ഇപ്പം പിടിച്ചായിരുന്നു. എന്താ മീനുകൾ പോണത്. ഞങ്ങൾ തലക്കാമ്പാത്ത കൂടെയൊക്കെ മീനുകൾ പോണത്. തലയുടെ മുകളിലൊക്കെ എത്ര മീനുകളാണ്. കളർഫുൾ മീനുകളാണ്. ഗോൾഡൻ കളറ്, വെള്ള കളറ് ഒക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കാൻ. എന്ത് ചന്തള്ള മീനുകളാണ് നോക്കി. ചന്തള്ള മീനുകൾ. മുഖമൊക്കെ കൂർത്തിട്ടുള്ള മീനുണ്ട്. ആമിയൊക്കെ അതിനെ പിടിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം ആമിയുടെ അച്ചെടുത്തിറക്കാം ആമീന്. ഇനി അടുത്ത മീനിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇത്ര വലിയ മീനാണ്. അതിൻ്റെ ഉള്ളിൽ കൊള്ളണില്ലേ ഓരോ മീനുള്ളതിൽ. അവരങ്ങോട്ടും ഇങ്ങോട്ടും അളകാതെ കിടക്കുക. പോവാൻ സ്ഥലമില്ലാത്തോണ്ടേ. കണ്ടോ, അളകാൻ പറ്റുന്ന വലിയ മീനല്ലേ. കണ്ടോ, നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. എന്താ പോണ് മുതല പോണതിണ്ട്. എന്താ ഒരു കൊമ്പൊക്കെ ഉള്ള മീനുണ്ട്. എന്താ ഇതെന്താ ഒരു ചിറകുള്ളൊരു മീനില്ലേ, വാല് ആ മീനാണത്. പേരെന്താന്ന് അറിയത്തില്ല. അത് കുറേ ഉണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ട്. അങ്ങനത്തെ കുറേ മീനുകളുണ്ട്. ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങളുടെ ഇവിടെയാണ്. ആമിയുടെ അച്ഛൻ കുറേ മീനുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആമിക്ക് കാണിച്ചു കൊടുക്കണം. ഇതാ അവിടെ ചെന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കയറണം പറഞ്ഞിട്ട് വമ്പൻ പ്രശ്നം. എന്നിട്ട് കയറ്റി. അതിൽ കയറിയുമ്പോൾ അവൾ ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കണില്ല. എന്നിട്ട് അവൾ അച്ഛൻ എന്തൊക്കെയോ ഒപ്പിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒപ്പിച്ചെടുത്തു. ആൾക്ക് എല്ലാവരും കളിക്കാനുണ്ടപ്പോൾ അവൾക്കൊരു പൂതി വന്നിട്ട്. പിന്നെ ആണുള്ളത് നമ്മുടെ മത്സ്യകന്യകയാണ്. അതിനെ കാണാനാണ് ആൾക്കാർ. മത്സ്യകന്യകേനെ എന്താ മത്സ്യകന്യയുടെ നീന്തൽ. ഈ മത്സ്യകന്യകനും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക്
തലയൊക്കെ പുറത്ത് ടാറ്റയും ഉമ്മയൊക്കെ തന്നായിരുന്നു. ആമി അതിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആമിക്കിതെന്താ സംഭവം ഒന്നും മനസ്സിലാവാത്തോണ്ട്. അവരെ സമ്മതിച്ചു. ഇത്ര നേരം വേണം ഇതിനുള്ളിൽ നിൽക്കാൻ. നമുക്ക് കുറച്ച് നേരം നിൽക്കുമ്പോൾ ശ്വാസം പൊട്ടും. അവർ ഓക്സിജനും ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് അകത്തേക്ക് ഇറങ്ങുന്നത്. ഒരു ഹാപ്പി വിഷു എന്നൊക്കെ എഴുതിയിട്ടുള്ള കാർഡും ഇതൊക്കെ കാണിച്ചതാണ്. ഇതാ ഹാപ്പി വിഷു. ആ ചില്ലുമ്മൻ തൊടാനും സമ്മതിക്കില്ലേ നമ്മളെ. 2-3 മത്സ്യകന്യകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ഹാപ്പി വിഷു. അതെ, ഹാപ്പി വിഷയൊക്കെ വെച്ചിട്ട് ഹാപ്പി വിഷു. 2 പേരും 2 കന്യകളും മത്സ്യകന്യകയും കന്യകയും കൂടിയിട്ട് ഹാപ്പി വിഷൊക്കെ വന്നു. അവരവിടെ കണിയൊക്കെ ഒരുക്കണു. വലിയ കണിയൊക്കെ ഒരുക്കണു. വിഷുക്കണി ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സമ്മതിച്ചെന്തായാലും.